സോഷ്യൽ മീഡിയയിലെ താരമാണ് ജാസി. അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ്. ആരാധകർക്കൊപ്പം ഹേറ്റേഴ്സും ജാസിക്കുണ്ട്. കടുത്ത ട്രോളുകളും അധിക്ഷേപങ്ങളും ഇവർക്ക് നേരെ വരാറുമുണ്ട്. ദുബായിൽ നിന്ന് തിരിച്ചു വന്ന ജാസി കുറച്ചു കാലമായി കേരളത്തിലുണ്ട്. ജാസി ദുബായിലേക്ക് തിരിച്ചു പോകാത്തതിനെക്കുറിച്ച് ചില അഭ്യൂഹങ്ങൾ അടുത്തിടെ വന്നിരുന്നു. ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണിപ്പോൾ ജാസി. ദുബായിലേക്ക് തിരിച്ചു പോകണം. ഇനി ദുബായിലേക്ക് പോകണമെങ്കിൽ പെണ്ണായി പോകണം. സർജറിയെക്കുറിച്ച് അപ്പോഴാണ് തീരുമാനിക്കുന്നത്. ഞാൻ ആൺകുട്ടിയാണെന്ന് പറഞ്ഞാണ് അവിടെ നിന്നത്. എൻ്റെ സ്വഭാവ രീതികളും മേക്കപ്പ് ചെയ്യുന്നതുമെല്ലാം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നേരിട്ടിട്ടുണ്ട്. ട്രാൻസായ വ്യക്തികൾ സ്ത്രീ പാസ്പോർട്ടിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്ത്രീ എന്ന പരിഗണനയാണ് അവിടെ അവർക്ക് കിട്ടുന്നത്. UAE സ്ത്രീകൾക്ക് ഭയങ്കര ബഹുമാനം കൊടുക്കുന്ന സ്ഥലവുമാണ്. സ്ത്രീയായി അവിടെ പോയിക്കഴിഞ്ഞാൽ എനിക്കും ആ പരിഗണന കിട്ടുമെന്നാണ് തോന്നുന്നത്. വേറൊരാളെ പേടിക്കണ്ട. ജാസി എങ്ങനെയാണ് UAEയിൽ വർക്ക് ചെയ്യുന്നത്? അവനെ ഡീപ്പോർട്ട് ചെയ്യണമെന്ന് ആളുകൾ പറയാറുണ്ട്. ഞാൻ ഡീപ്പോർട്ടായിട്ടല്ല നാട്ടിലേക്ക് എത്തിയതെന്ന് പറയുന്നു. എന്നാൽ വിസ തീർന്നിട്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തിയതെന്നും ജാസി വ്യക്തമാക്കി. ഇനി തിരിച്ച് സ്ത്രീ പാസ്പോർട്ടിൽ UAEയിലേക്ക് പോകണമെന്ന വലിയ സ്വപ്നം കാണുന്ന വ്യക്തിയാണ് താനെന്നും ജാസി പറയുന്നു. ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു ജാസിയുടെ പ്രതികരണം. ഉപ്പ മരണപ്പെട്ട ശേഷമാണ് ഐഡന്റിറ്റി തുറന്നു പറയുന്നത്. എൻ്റെ കാര്യങ്ങൾ പറയാൻ പേടിയുണ്ടായിരുന്ന വ്യക്തി ഉപ്പയായിരുന്നു. ഇനി ഉമ്മയോട് പറയാമെന്ന് തോന്നി. അങ്ങനെ തുറന്നു പറഞ്ഞു. സർജറിയെക്കുറിച്ച് ഇപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്. അതുവരെ സർജറിയെക്കുറിച്ച് ഞാൻ ബോധേഡായിരുന്നില്ല. കൊച്ചിയിൽ വന്ന ശേഷം കുറേ ഫ്രണ്ട്സിനെ കണ്ടു. പല ഫ്രണ്ട്സിനെയും മീറ്റ് ചെയ്ത് സർജറിയെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെയാണ് സർജറി ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതെന്നും ജാസി വ്യക്തമാക്കി. തൻ്റെ വിവാഹബന്ധം പിരിയേണ്ടി വന്നതിനെക്കുറിച്ചും ജാസി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. ആകെ 1 മാസമേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് UAEയിൽ വന്നു. പരസ്പര ധാരണയിൽ ഞങ്ങൾ വേർപിരിയുകയായിരുന്നു. പെണ്ണ് കാണൽ ചടങ്ങ് നടന്നിട്ടില്ല. ഞാൻ ദുബായിലായിരുന്നു. ഫോട്ടോ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. നാട്ടിലേക്ക് വന്ന് നിക്കാഹിൻ്റെ 5-6 ദിവസം മുമ്പ് അവരുടെ വീട്ടിലേക്ക് പോയി. കല്യാണത്തിന് ടെൻഷനായിരുന്നു. പുരുഷന്മാരെ പോലെ അഭിനയിക്കണം. ഫോട്ടോഗ്രാഫർ അറിയുന്ന ആളായിരുന്നു. എടുക്കുന്ന പോസിൽ പെണ്ണുങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് മാറ്റണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഉപ്പ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. ഉപ്പയുടെയും മറ്റും നിർബന്ധം കൊണ്ടാണ് വിവാഹം ചെയ്തതെന്നും ജാസി വ്യക്തമാക്കി. അടുത്തിടെ നൽകിയ മറ്റൊരു അഭിമുഖത്തിലും ജാസി ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തുന്നത്. ജാസിയെ എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും, ലൈക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. തന്നെ വല്ലാതെ വേദനിപ്പിച്ച വ്യൂവേഴ്സിനെ കൂട്ടുന്ന ഒരാളുണ്ടെന്നും ജാസി പറഞ്ഞു. കൊല്ലം കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും തനിക്കുണ്ടായ അനുഭവം ഏറെ വിഷമിപ്പിച്ചെന്നും ജാസി പറഞ്ഞു. സുഹൃത്തിനെ ഒരുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. സംഘാടകരിൽ നിന്നും വളരെ മോശം അനുഭവമാണ് തനിക്കുണ്ടായതെന്നും ജാസി അന്ന് വ്യക്തമാക്കി. എല്ലാ മതസ്ഥരും പോകുന്ന സ്ഥലമാണത്. നമ്മൾ കേരളത്തിലല്ലേ ജീവിക്കുന്നതെന്നും ജാസി അന്ന് ചൂണ്ടിക്കാട്ടി.